കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കാം. കർത്താവ് നമ്മുടെ വായിലൊരു പുതിയ പാട്ട് തന്ന് അവനെ ആരാധിക്കുമ്പോൾ, അവനെ ആത്മാവിലും സത്യത്തിലും അതേ പാടി സ്തുതിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ ചില വ്യത്യസ്തമായ അതേ മാറ്റങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. രാത്രിയും പകലും പോലെ ഇന്ന് പ്രഭാതത്തിലെ പാട്ടും അതേ ദൈവം തരുന്ന ചിന്തകളും പ്രാർത്ഥനയും നമുക്കൊരു മാറ്റം വരുത്തുവാൻ തക്കവണ്ണം, രാത്രിയും പകലും പോലൊരു മാറ്റം വരുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് ആദ്യം കർത്താവിനെ പാടി സ്തുതിക്കാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്നു മന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്നു മന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല.
ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവർ എല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം 27 സത്യം ദൃഷ്ടാന്തീകരിക്കുകയാണ് സക്കായിയുടെ ഈ മാനസാന്തരം. ഹല്ലേലൂയ. സക്കായി ഒരു ധനവാനായിരുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് സാധാരണയായി പ്രയാസവുമാണല്ലോ. എന്നാൽ സക്കായി ദൈവപുത്രൻ മുമ്പാകെ തന്നെത്താൻ വിധേയപ്പെടുത്തി. അവനും ദൈവത്തിനും മധ്യേ അവൻ്റെ ധനം ഒരു തടസ്സമായി നിന്നില്ല. ഹല്ലേലൂയ. അതിൻ്റെ 19 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യേശു യെരിഹോവിലൂടെ 3-ാം പ്രാവശ്യവും ഒടുവിലത്തേതുമായി കടന്നു പോകുന്ന വേളയിലാണ് സക്കായി അവനെ കാണുവാൻ ഇടയായത്. ആകാംക്ഷാഭരിതനായിട്ടാണ് അവൻ ക്രിസ്തുവിനെ അന്വേഷിച്ചത്. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നിട്ടും യേശുവിനെ കാണാൻ ഒരു മാർഗം അവലംബിക്കുന്നതിൽ ലജ്ജിച്ചില്ല. താൻ വളർച്ചയിൽ കുറിയവനായകയാൽ യേശുവിൻ്റെ ശരിയായ രൂപം കാണുവാൻ കഴിയുകയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. തന്നിമിത്തം യേശു വരുന്ന വഴിയിലായി നിന്നിരുന്ന ഒരു കാട്ടത്തിമേൽ അവൻ കയറി.
വിശ്വാസത്തിൻ്റെ ഈ പ്രവൃത്തി ശ്രദ്ധിക്കപ്പെടാതിരുന്നില്ല. കർത്താവ് അടുത്തു വന്നപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ കണ്ട് വേഗത്തിൽ ഇറങ്ങി വരുവാൻ പറഞ്ഞ കർത്താവ് ഈ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയുടെ വീട്ടിൽ സൊമനസാലെ പാർക്കുവാൻ തീരുമാനിച്ചു. തിരുവെഴുത്തിൽ യേശു സൊമനസാലെ ഒരു ഭവനത്തിൽ താമസിച്ച ചരിത്രം ഈ ഭാഗത്ത് മാത്രമാണ് കാണുന്നത്. ഹല്ലേലൂയ. 19:6 സക്കായി സസന്തോഷം യേശുവിനെ കൈക്കൊണ്ടു. ഈ സമയം മുതലാണ് അവൻ രക്ഷിതാവിനെ അറിയുവാൻ തുടങ്ങിയത്. അറിയപ്പെടുന്ന പാപിയായ ഒരുവൻ്റെ വീട്ടിൽ യേശു പാർക്കുവാൻ പോയതിനെ അവൻ്റെ എതിരാളികൾ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. തങ്ങളെപ്പോലെയുള്ളവർ പാർക്കുന്ന ലോകത്ത് സക്കായിയുടേതുപോലുള്ള ഭവനത്തിൽ യേശു പാർക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. 19:8 രക്ഷ അതിശക്തമായ പരിവർത്തനത്തെ ഈ ചുങ്കക്കാരനിൽ ഉളവാക്കി. തൻ്റെ വസ്തുവകകളിൽ പകുതി സാധുക്കൾക്ക് കൊടുക്കുവാൻ അവൻ തയ്യാറാണെന്ന് ഇത്തരുണത്തിൽ രക്ഷിതാവിനെ ഓർപ്പിച്ചു. അവിശ്വസ്തമായി എന്തെങ്കിലും സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി മടക്കി കൊടുക്കുവാനും അവൻ നിർണയം ചെയ്തു. ന്യായപ്രമാണം ആവശ്യപ്പെടുന്നതിലും അധികമാണ് ഈ കണക്ക്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 4-7, ലേവ്യ പുസ്തകം അതിൻ്റെ 6-5, സംഖ്യ 5-7 നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മുമ്പേ ഉള്ള അത്യാഗ്രഹത്താൽ നിയന്ത്രിക്കപ്പെട്ടവൻ ഇപ്പോൾ ദൈവസ്നേഹത്താൽ നയിക്കപ്പെടുന്നതിൻ്റെ ഉദാത്തമായ തെളിവാണ് ഇത്. സക്കായി അവിശ്വസ്തനായി വല്ലതും സ്വരൂപിച്ചിട്ടുണ്ടോ എന്നതിനെപ്പറ്റി സംശയമില്ല. മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കുന്നത് തൻ്റെ രക്ഷയ്ക്ക് സഹായകമായിരിക്കും എന്നും താൻ ചിന്തിക്കുന്നതായി ഈ വാക്യം വെളിവാക്കുന്നു. ക്രിസ്തുവിൽ തനിക്ക് ലഭിച്ച പുതിയ ജീവിതം മുൻകഴിഞ്ഞ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ലഭിച്ച രക്ഷയിൽ ദൈവത്തോടുള്ള നന്ദി സൂചകമായി തൻ്റെ പണം ദൈവനാമ മഹത്വത്തിനായും അയൽവാസികളുടെ അനുഗ്രഹത്തിനായും വിനിയോഗിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. 8-ാം വാക്യം ബൈബിളിൽ പറയപ്പെടുന്നതിൽ ഏറ്റവും ശക്തമായ പ്രായശ്ചിത്തമാണ്. പുതിയ നിയമരക്ഷ ഗതകാല പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന പ്രവൃത്തിയിൽ നിന്ന് ഒരുത്തനെ വിമുക്തനാക്കുന്നില്ല. ഒരുത്തൻ അവിശ്വാസിയായിരുന്നപ്പോൾ കടംപെട്ടിരിക്കുന്നത് വിശ്വാസിയായിത്തീരുന്നതോടെ നിർവീര്യമാകുന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുത്തൻ പണാപഹാരം നടത്തിയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം ലഭ്യമായ ദൈവകൃപയുടെ മനോബോധം അത് മടക്കിക്കൊടുക്കുവാൻ അവനെ നിർബന്ധിതനാക്കുക തന്നെ ചെയ്യും. 19:9 ഇങ്ങനെ പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ മകനായി തീർന്നിരിക്കാൽ ഈ വീടിന് ഇന്ന് മുതൽ രക്ഷ വന്നിരിക്കുന്നു എന്ന് കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തി. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, മറിച്ച് അബ്രഹാം ഏതൊരു വിശ്വാസം സ്വീകരിച്ചുവോ അതേ വിശ്വാസം ഇപ്പോൾ സക്കായിക്കും ഉള്ളതുകൊണ്ട് അവൻ അബ്രഹാമിൻ്റെ മകനായി തീർന്നിരിക്കുകയാണ് എന്ന് പറയുവാനിടയായി. സക്കായി ചെയ്ത പ്രായശ്ചിത്തത്തിൻ്റെയും സ്നേഹപ്രകടനത്തിൻ്റെയും പരിണിത ഫലമായിരുന്നില്ല അവൻ്റെ രക്ഷ. വാക്യം 8 അതെല്ലാം രക്ഷയുടെ പ്രതിഫലനമാണ്, രക്ഷയുടെ കാരണങ്ങളല്ല എന്ന് സാരം. 19:10 പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ പാർത്തതിന് അവനെ വിമർശിച്ചവർക്ക് ചുട്ട മറുപടിയും നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവ് ഏതൊരു ഉദ്ദേശ്യത്തിനായി ഈ ലോകത്തിൽ വന്നോ അതിൻ്റെ നിവൃത്തിയാണ് സക്കായി ഇപ്പോൾ നിഴലിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ നിന്നും നമ്മളോട് വ്യക്തമായി ഇന്ന് കർത്താവ് സംസാരിച്ചതാണ്. യഥാർത്ഥമായി ഒരു മാനസാന്തരം ബൈബിളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു നല്ല മാനസാന്തരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സക്കായി
കുറിച്ച് പറയുമ്പോൾ സക്കായിക്ക് ധനമായിരുന്നു ദൈവം. സക്കായിക്ക് ധനം കഴിഞ്ഞുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്നെയും തനിക്ക് ഉള്ളവരെയും താനുമായി ബന്ധപ്പെട്ട സകല മേഖലകളെയും അവൻ ത്യജിച്ചു. അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട്, അല്ലെ സമ്പത്ത് എന്ന ആ സമ്പത്തിന് അടിമയായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവൻ നിത്യരക്ഷയും വേണ്ട, ഭൂമിയിലുള്ള തൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും താനുമായി ബന്ധപ്പെട്ട ആരെയും വേണ്ട, തനിക്ക് ഏറ്റവും ദൈവം പണമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഇതൊരു നല്ലൊരു സക്കായി നമ്മുടെ മുന്നിൽ ഒരു നല്ല മോഡലാണ്. സക്കായിയുടെ ജീവിതം നമ്മളെ നന്നായിട്ട് രാത്രിയും പകലും പോലെ മാറ്റം വരുത്തുവാൻ ഇടയാകും. സക്കായിയുടെ മാനസാന്തരമാണ് നമുക്കുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അവിടെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറഞ്ഞു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ താമസിക്കുകയാണ്, അല്ലെ അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അവർക്ക് കർത്താവായ യേശുക്രിസ്തു അവരുടെ കൂടെ ആണോ താമസിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചതിന് കർത്താവ് നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏതൊക്കെ വിഷയത്തിൽ ഒരുപാട് ദൈവത്തിന് വിരോധമായി നടക്കുന്ന പ്രവൃത്തികൾ കൂടി നടന്ന ഒരു വ്യക്തി യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കണ്ടാൽ ഇന്ന് എല്ലാവർക്കും പ്രശ്നമാണ്. എന്നാൽ മദ്യപിച്ച് അവിടങ്ങളിൽ കിടക്കുകയോ ദുസ്വഭാവമായിട്ട് നടക്കുകയോ ചെയ്താൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. അവനൊരു മാനസാന്തരമുണ്ടായി അവനോട് കൂടെ കർത്താവ് വസിക്കുമ്പോഴാണ് ലോകം ഇളകുന്നത്. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സക്കായിയുടെ വീട്ടിൽ പോയതാണ് പരീക്ഷന്മാർക്ക് പ്രശ്നം. എന്നാൽ സക്കായിക്കുണ്ടായ മാറ്റം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണമേ, നമുക്ക് യഥാർത്ഥമായൊരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ, ഇപ്പം ദാവീദിനെ കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞാൽ അറിയാം. ദാവീദ് ശരിക്കും ലോകത്തിൽ ഒരിക്കലും ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കൊലപാതകവും ലോകത്ത് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പാപപ്രവൃത്തിയുമാണ് ദാവീദ് ചെയ്തത്. എന്നിട്ട് ദൈവം എന്തുകൊണ്ടാണ് പറഞ്ഞത് ദാവീദിനെ ഇവനൊരു എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ കുറിച്ച് പറയാൻ എന്താ അത് കാരണമായതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദാവീദ് അന്ന് വരെ ചെയ്ത പാപത്തിൽ നിന്നും ഭയങ്കര ഒരു മുറവിളിയോടാണ് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന്, കർത്താവേ എൻ്റെ പാപത്തിൻ്റെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപം ചെയ്തു, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഞാൻ പാപത്തിൽ പിറന്നു, അല്ലെങ്കിൽ ഞാനൊരു പാപിയാണ്, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഒരു യോഗ്യനല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഹല്ലേലൂയ ദാവീദ് സംസാരിക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും അവൻ്റെ സകല പാപങ്ങളെ, അവൻ്റെ അമ്മയുടെ ഉദരം മുതലുള്ള അവൻ്റെ ഈ സമയം വരെയുള്ള സകല പാപത്തെയും അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഇന്ന് സംഭവിക്കുന്നത്, നീ രക്ഷിക്കപ്പെട്ടതാണോ, നീ സ്നാനപ്പെട്ടതാണോ, നീ അഭിഷേകം പ്രാപിച്ചതാണോ, എന്നാൽ നീ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്ന നിയമപ്രകാരം കൽപ്പന പ്രകാരം രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, മാനസാന്തരപ്പെടണം, ഓക്കെ, എല്ലാം ശരിയാ. പക്ഷെ അത് മാത്രം ചെയ്താൽ മതിയോ? മാനസാന്തരവും രക്ഷയും സ്നാനവും സ്തോത്രം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞ് പഠിപ്പിച്ച് അവരെയും കുറെ വചനം പറഞ്ഞ് പഠിപ്പിക്കുക അല്ല ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിനകത്ത് എത്രത്തോളം നമ്മൾ മാനസാന്തരപ്പെട്ടു നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. എനിക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞതാണ്. എനിക്ക് വേറൊരു വ്യക്തിയെ വിരൽ ചൂണ്ടുവാൻ കഴിവില്ല. ഞാൻ ഇന്ന് എത്രത്തോളം, ഞാൻ ഇന്ന് ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ മുമ്പ് നമ്മൾ പാടിയതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും പകയും വിദ്വേഷവും കോപവും ക്രോധവും നമ്മുടെ ജീവിതത്തിലുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം എന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ തലമുറയുമായിട്ടുള്ള ബന്ധത്തിലും എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും അവരുമായിട്ട് അകന്നു നിൽക്കുകയും അവരെ ഉള്ളിൽ പകയ്ക്കുകയും ചെയ്തിട്ട് ഞാൻ പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ എന്നിൽ കർത്താവ് വെളിപ്പെടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സമയം കഴിയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന്.
ഇത് നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ വളരെയധികം ഹൃദയാംഗമായിട്ട് വളരെ വേദനയോടാണ് നിങ്ങളോട് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് പെന്തക്കോസ്തുകാർക്കകത്ത് അതെ രോഗവും ശാപവും പാപവും നിലനിൽക്കുന്നത് യഥാർത്ഥമായൊരു മാനസാന്തരം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ കാലിന് അതിവേദനയായി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ പാപത്തെ അങ്ങ് ക്ഷമിക്കണമേ. എൻ്റെ രോഗത്തിൻ്റെ കാരണം എൻ്റെ പാപമാണെങ്കിൽ എന്നെ അത് വെളിപ്പെടുത്തി തരണമേ. അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയ അന്തർഭാഗത്ത് ഞാൻ പോലും അറിഞ്ഞും അറിയാതെയും എൻ്റെ അന്തർഭാഗത്ത് കിടക്കുന്ന പാപചിന്തകൾ, ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ബന്ധുക്കാർ, അല്ലെ എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ കുടുംബമായിക്കോട്ടെ, അവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കാണുന്നില്ല. എൻ്റെ മഹത്വം ദൈവത്തിന് വേണ്ട. എൻ്റെ യഥാർത്ഥമായ ഒരു യഥാർത്ഥമായി നമ്മൾ ഹൃദയത്തിന് അന്തർഭാഗത്തു നിന്നും പാപത്തെ ഏറ്റുപറഞ്ഞ് മാത്രം പോരാ, അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. സക്കായി ഇവിടെ ഏറ്റവും അവൻ്റെ ധനം, അവൻ്റെ എല്ലാമാണ്, അവൻ്റെ ദൈവവും അവൻ്റെ സകലവും ആ ധനമാണ് അവൻ്റേതെന്ന് അവനൊരു ദുസ്വഭാവം ഉണ്ട്. അതെന്താണ്? സമ്പത്ത് മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ച്. ആമേൻ, സ്തോത്രം. റോമക്കാരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ റോമക്കാർ ഇവന് ഒന്നും പ്രതിഫലം കൊടുക്കത്തില്ല. ഇവൻ ആ പിരിവെടുക്കുന്നിടത്തു നിന്നാണ് ഇവന് വളരെയധികം കൊള്ള വാങ്ങിക്കുന്നത്. അവൻ വാങ്ങിക്കുന്നതിനപ്പുറം അവന് അവൻ റോമക്കാർക്ക് ഇത്രയും തിരിച്ച് ഗവൺമെന്റിന് ഇത്ര കൊടുക്കണമെന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ അവൻ വാങ്ങിക്കും, പിരിവ് നടത്തിയിട്ട് ഇവൻ ഈ പൈസ എല്ലാം കൊണ്ട് കൊടുക്കുമ്പോൾ ന്യായമായത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ എല്ലാം ഇവന് തിരിച്ചു കൊടുക്കും. അതാണ് അവൻ്റെ സാലറി. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ അധികമായി വാങ്ങിച്ചതും അതിൻ്റെ 4 ഇരട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം കൊടുക്കാമെന്ന് അവൻ്റെ അന്തർഭാഗത്ത് അത് വെളിപ്പെടുവാൻ ഇടയായത് ആ മാനസാന്തരമാണ് നമുക്കുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില വിഷയത്തിൽ രോഗികളായി, നിങ്ങളുടെ തീരാ രോഗമായി ഹോസ്പിറ്റലിൽ നിങ്ങൾ അതേ സ്തോത്രം ലക്ഷങ്ങൾ മുടക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലമുറയോർത്ത് ഭാരപ്പെട്ട് തലമുറയ്ക്കകത്ത് ഒരാശ്വാസം കണ്ടെത്താതെ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുമ്പോൾ അവരെ ഓർത്ത് തലതല്ലി കരയുന്നവരായിരിക്കാം നിങ്ങൾ. അവരിൽ നിന്നൊരു സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുദാസിൽ കൂടി എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നു, എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നു, എന്തുകൊണ്ടാ കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷം വിചാരിക്കുക, നിന്റെ കുടുംബ ജീവിതത്തിലും നിന്റെ തലമുറയുമായുള്ള ബന്ധത്തിലും നിന്റെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലും നീ യഥാർത്ഥമായൊരു മാനസാന്തരത്തിലാണോ നീ ജീവിക്കുന്നത് എങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ രാത്രിയും പകലും പോലെ മാറ്റുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. എന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിക്കുന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പ്രിയ ദൈവ പൈതലേ, പാപം പച്ചവെള്ളം പോലെ അതെ കുടിച്ചിട്ട് ഹല്ലേലൂയ പ്രസംഗിക്കുവാനും പാടുവാനും എനിക്കും നിങ്ങൾക്കും കഴിയും. എന്നാൽ സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രസംഗമായി തീരട്ടെ എൻ്റേത് നിൻ്റേതും. സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പാട്ടായിക്കോട്ടെ, സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കോട്ടെ ഇനിയും നമ്മുടേത്. സക്കായിക്കുണ്ടായ ഒരു മാനസാന്തരം, അതെ ദാവീദിന് ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്, ദാവീദിന് യഥാർത്ഥമായി അമ്മയുടെ ഉദരം മുതൽ അവൻ്റെ സ്റ്റിൽ ഈ സമയം വരെയുള്ള അവൻ്റെ ആ പുറകിലോട്ടുള്ള ആ സകല ആ ദൈവത്തോട് ചെയ്ത പാപത്തെ അവൻ മൊത്തമായി അങ്ങ് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചപ്പോൾ ദൈവം എന്തോ ചെയ്തു? അവന് കൃപയും കൂടെ കൊടുത്തു. ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ ദൈവ പൈതലേ. ഒരു അതെ നമ്മളെ എപ്പോഴും താലോലിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും, രാവിലെ വൈകിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോഴൊക്കെ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇത് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നത്. എന്നാൽ നീ ഏറ്റു പറഞ്ഞു, പക്ഷെ നീ ഉപേക്ഷിച്ചോ? ഇന്ന് പകൽക്കാലം എന്നോടും നിന്നോടും ദൈവം ചോദിക്കുകയാണ്, പ്രസംഗിക്കുന്ന സിജിയെ നിനക്കെന്തു മാനസാന്തരമാ വന്നേ എന്ന് ദൈവം ചോദിക്കുമ്പോൾ നിലമ്പാട് വീണി ദിവസങ്ങൾ ഞാൻ കരയുകയാണ്. കർത്താവേ,
അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കിടക്കുന്ന ആമേൻ സ്തോത്രം മുറിവുകളും വേദനകളും അതേ സങ്കടങ്ങളും എനിക്ക് മറക്കുവാൻ കഴിയാത്തതും ക്ഷമിക്കുവാൻ കഴിയാത്തതും സഹിക്കുവാൻ കഴിയാത്തതും പൊറുക്കുവാൻ കഴിയാത്തതുമായ ആമേൻ സ്തോത്രം എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അതിനകത്ത് അന്തർഭാഗത്ത് അതേ ആമേൻ സ്തോത്രം ആ ഇന്നർ മാൻ അതേ ഹല്ലേലൂയ മുറിവില്ലാതെ അതേ സ്വസ്ഥമായി എൻ്റെ മനസ്സെ നീ സ്വസ്ഥമായിരിക്കാന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അതേ പകയും പിണക്കവും കോപവും ക്രോധവും നമ്മുടെ അകത്ത് ഏത് സ്വഭാവമോ ബാഡ് ഹാബിറ്റ് നമുക്ക് എന്തായാലും പാരമ്പര്യമായിട്ട് ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അത് ഓരോ കുടുംബത്തിലും ഓരോ സ്വഭാവമാണ്. ഓരോ കുടുംബത്തിലും പിശാച് ഏതെങ്കിലും ഓരോന്നിൻ്റെ ഓരോ ആളായിരിക്കും ഓരോ കുട്ടി പിശാചുകളെ ആക്കി വെച്ചിരിക്കുന്നത്. അവൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ഓരോ കുടുംബത്തെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിട്ടുപോകുന്ന നമ്മുടെ മാതാപിതാക്കളുടെ പാരമ്പര്യ സ്വഭാവം, ആദാമ്യ സ്വഭാവം, നമ്മുടെ മാതാപിതാക്കൾ കൂടി ഇമ്പാർട്ട് ചെയ്ത ചില സ്വഭാവങ്ങളുണ്ട് നമ്മുടെ അകത്ത്. നമ്മൾ എത്ര ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മളെ തകർക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം പ്രിയ ദൈവ പൈതലേ. ആ പാരമ്പര്യ സ്വഭാവം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നെങ്കിൽ അതിനോട് ഗുഡ് ബൈ പറയുവാൻ ഇന്ന് നീ തയ്യാറാണെങ്കിൽ നിന്നെക്കൊണ്ട് സ്വയം കഴിയത്തില്ല, പക്ഷെ ദൈവം നിനക്ക് കൃപ തരും. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനത തികയ്ക്കുമെന്ന് പൗലോസ് അപ്പോസ്തലനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ചിന്തിക്കാം, കർത്താവേ എൻ്റെ ഈ ബലഹീനതയിൽ നീ തുണയായിരിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവ പൈതലേ, സക്കായിക്കുണ്ടായ ഒരു മാനസാന്തരം വന്നപ്പോൾ അവൻ വാങ്ങിച്ചതിൻ്റെ 100 മടങ്ങ് അവൻ കൊടുക്കാൻ തയ്യാറായി. അവൻ്റെ 4 ഇരട്ടി കൊടുക്കാൻ തയ്യാറായി. പകുതിയോളം കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ആ ഒരു മാനസാന്തരം ഇന്ന് പകൽക്കാലം നമ്മൾക്കുണ്ടാകട്ടെ. നീ ഏത് വിഷയത്തിലാ കുടുങ്ങിക്കിടക്കുന്നത്? നീ ഏത് സ്വഭാവത്തിലാ നീ കുടുങ്ങിക്കിടക്കുന്നത്? ദാവീദ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിനോട് ദൈവത്തിനുണ്ടായ സന്തോഷം എന്താണ്? ദൈവം എന്തോ ചെയ്തു? ദാവീദിനെ ചേർത്ത് പിടിച്ചു. ദാവീദിനെ ഇത്രയും സ്നേഹിച്ച ഒരു കർത്താവിനെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എത്ര വലിയ ദാവീദിനെ നമ്മൾ പൊക്കി വെക്കുമ്പോൾ ദാവീദിനേക്കാൾ ഹൃദയം കൊണ്ട് പാപം ചെയ്ത് നിറഞ്ഞ് കവിഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്കുടമയാകാം നമ്മൾ. ഇന്ന് പകൽക്കാലം നമ്മൾ മുഖാന്തരം ആരും കണ്ണുനീര് കുടിക്കരുത്. നമ്മൾ മുഖാന്തരം ആരും വേദനിക്കരുത്. കർത്താവ് പറഞ്ഞു തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സ്വന്തം ഭാര്യയെ നിനക്ക് കൂട്ടായി തന്നെങ്കിൽ അവളെ ജീവകാലം മൊത്തം അവളെ ആക്ഷേപിച്ച്, അവളെ നിന്ദിച്ച്, അവളെ അപമാനിച്ച്, അവളെ അടിമയാക്കി ജീവിക്കാനല്ല നിനക്ക് കൂട്ടാളിയായി തന്ന നിന്റെ അസ്ഥിയിൽ നിന്ന് എടുത്തതാ. അതുപോലെ സഹോദരിയോടുമാരോടും എനിക്ക് പറയാനുള്ള കാര്യം, കൂട്ടുദാസനെ സ്നേഹിക്കുമ്പോൾ ബഹുമാനത്തോടെ, ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ ആ വ്യക്തിത്വത്തെ വിട്ട് എങ്ങും പോകരുത്. സ്നേഹത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാം. അവിടുന്ന് ഒരുപാട് കുത്തുകളും അതേ നിന്ദകളും പരിഹാസങ്ങളും അതിന് കേൾക്കുമ്പോൾ മിണ്ടാതിരുന്നിട്ട് നിനക്ക് എന്ത് വേദനയാണോ നീ മുറിയിൽ കഥകടച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഏത് വ്യക്തിക്കാ എങ്ങനെ മാനസാന്തരം വരേണ്ടത് നീ മാനസാന്തരപ്പെടുത്താൻ പോകണ്ട. ആ ഏത് വ്യക്തിക്കാണോ അത് ദൈവം ചെയ്തോളൂ. അത് ദൈവത്തിൻ്റെ റൂട്ടാ. ഹല്ലേലൂയ. പല സഹോദരിമാരും എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടും എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നെ ഉപദ്രവിക്കുകയും എന്നെ വേദനിപ്പിക്കുകയും പെന്തക്കോസ്ത് ചർച്ചിനകത്ത് പോവുകയും ആരാധിക്കുകയും തിരുമേശ എടുക്കുകയും എല്ലാം ചെയ്തിട്ട് ഞാനൊരു പാസ്റ്ററുടെ മോനാണ് എന്നെ കല്യാണം കഴിച്ചത്. എന്നെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നതിന് ഇതില്ല ആൻറ്റി. എന്നെ ഒരു അടിമയായിട്ട് ഞാൻ എന്താ ഒന്ന് വയ്യാതെ കിടന്നാൽ ചോദിക്കും, നീ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്, നിന്റെ ഡ്യൂട്ടിയല്ലേ ഇതൊക്കെ, നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് എൻ്റെ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ എനിക്ക് പറയാനില്ല ആൻറ്റി, എൻ്റെ വേദന ആര് കാണും? ഇതെന്തുകൊണ്ടാ? സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ആ വെളിപ്പാട് ആ കർത്തൃദാസൻ മോനെ പഠിപ്പിച്ചില്ലയോ? അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് മോൻ അത് ചെയ്യാതിരുന്നോ? എന്തുകൊണ്ടാണ് ആ വീട്ടിലെ പ്രശ്നം? അവിടെ യൂണിറ്റി ഇല്ലാത്തടത്ത് കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കണമേ, നിന്റെ ഭാര്യ നിനക്ക് അടിമയല്ല.
നീ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ട, കരുതണ്ട, എല്ലാവരെയും ഉപേക്ഷിച്ച് നിന്നെ സ്നേഹിച്ചിറങ്ങിയെങ്കിൽ നീ വിശ്വസ്തയോടെ കാണണം. ആ പുരുഷനും അതെ അതുപോലെ ദൈവത്തെ പോലെ ദൈവം കഴിഞ്ഞാൽ പിന്നെ അതെ സ്നേഹിക്കാനുള്ള ഒരു നല്ല കടപ്പാട് നിനക്ക് വേണം. ഞാൻ പറഞ്ഞത് കുടുംബ ജീവിതത്തിനകത്തും ഐക്യതയും സ്നേഹവും മാനസാന്തരവും ഏതൊക്കെ മേഖലകൾ വരണം എന്ന് ചിന്തിക്കുക. ഇസ്രായേൽ ജനം യഹൂദന്മാരുടെ ഒരു പറച്ചിലുണ്ടായിരുന്നു, ഹല്ലേലൂയ, ദൈവമേ, യവനനായും ഒരു സ്ത്രീയായും ഞാൻ ജനിക്കാതിരുന്നത് നല്ലത്. എന്ന് വെച്ചാൽ സ്ത്രീയായിട്ട് ജനിച്ചാൽ ഒരു അതെ ഡോഗിൻ്റെ സ്ഥാനം പോലും ആ സ്ത്രീക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്നാൽ അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കർത്താവ് വന്നേ പിന്നെ അതെ സഹോദരിമാർക്കും ഒരു പ്രിഫറൻസായി. ഞാൻ സഹോദരിമാരെ ഊന്നി പറയുവല്ല, നമ്മൾ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം മനസ്സിലാക്കണം. ഭരിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ അവരൊരിക്കൽ കുറച്ചുകൂടെ റിബലാകത്തേ ഉള്ളൂ. സ്നേഹത്തോടെ നീ നിൻ്റെ റൂട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ നിശ്ചയമായും നിന്നെ അനുസരിച്ച് ബഹുമാനത്തോടെ ജീവിക്കുവാൻ ഇടയാകും. രണ്ട് വശത്തും വേണം. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, കുറേ സഹോദരിമാരെന്നെ വിളിക്കുവാനും അവരുടെ സങ്കടങ്ങൾ പറയുവാനും സഭയെ പറയാൻ പറ്റുമോ, സഭയെ പറഞ്ഞാൽ നീ ഒതുങ്ങ് എന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ, സഹോദരിമാർ ബലഹീന പാത്രമാണ്. ഞാൻ ഈ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറയേണ്ടിയ ചില ലെവലുകൾ വന്നതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, യൂണിറ്റിയോടെ, സ്നേഹത്തോടെ അതെ തലമുറകളുമായിട്ട് ഒരുമിച്ച് വൈകിട്ടും രാവിലെ ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ ഒരു പ്രവാചകൻ്റെ അടുത്ത് പോകണ്ട, നീ വേറൊരിടത്തും പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഐക്യതയും സ്നേഹത്തിലും സ്വർഗം പ്രസാദിച്ചിട്ട് നിനക്ക് ആവശ്യമുള്ളത് എന്തെന്ന് എൻ്റെ കർത്താവിനറിയാം. അതുകൊണ്ട് നിൻ്റെ പാപത്തെ അത് മൊത്തമായി വേരോടെ പിഴുതു കളയുക. നീ യഥാർത്ഥമായൊരു മാനസാന്തരം നിനക്കുണ്ടാകുക ഇന്ന് പകൽക്കാലം. ഇതില്ല എങ്കിൽ നിന്റെ ജീവിതകാലം മൊത്തം നീ ഒരു പെന്തക്കോസുകാരിയായി ജീവിക്കാമെന്നല്ല, ഭൂമിയിലും നന്മ നിനക്ക് ലഭിക്കത്തില്ല, നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടത്തില്ല, സ്വർഗത്തിലും നിനക്ക് നിത്യത ലഭിക്കത്തില്ല. എന്തിനാ നിന്റെ ജീവിതം വേസ്റ്റാക്കുന്നത്? ഇന്ന് പകൽക്കാലം നീ ചിന്തിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയുള്ളവളായി ജീവിപ്പാൻ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും ദൈവകൃപയിൽ ആശ്രയിച്ചും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടും കണ്ണുനീരോടെ ഈ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചു കൂട്ടുവാൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ എല്ലാം സഹായിക്കട്ടെ. യഥാർത്ഥമായൊരു മാനസാന്തര രക്ഷയും സ്നാനവും അതെ ഹല്ലേലൂയ കഴിഞ്ഞാൽ മാനസാന്തരം ഒരു പറച്ചിൽ വായികൊണ്ടല്ല, അകത്തുനിന്ന് അന്തർഭാഗത്തുനിന്ന് ദൈവമേ കൃപ തരണമേ. സ്വയമേ മാനസാന്തരപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഒരു ഒരുക്കവും സമർപ്പണവും ഉണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മളെ വഴി നടത്തും. സക്കായി ഒരുങ്ങിയപ്പോൾ സക്കായിയെ ഹല്ലേലൂയ ദൈവം ആ വഴിയിലൂടെ നടത്തി ഒരു നല്ലവനാക്കി തീർത്തുവെങ്കിൽ നമ്മളെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ തക്കവണ്ണം ദൈവകൃപ നമ്മുടെ കൂടെ പകരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ദൈവത്താൽ മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തിൽ കൂടി കടന്നു പോകുന്നോ, നിന്റെ ഭവനത്തിൽ ഒരു യൂണിറ്റി ഉണ്ടോ എന്ന് നീ ചിന്തിക്കുക. വെറുതെ നിന്റെ സമയം വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിൽ 20 വർഷമായി 25 വർഷമായി 30 വർഷമായി നീ വർഷമെണ്ണാതെ നീ തിരിഞ്ഞു നോക്കുക. നീ എവിടാ വീണു പോയിരിക്കുന്നത്? നിന്നെ തന്നെ നീ ശോധന ചെയ്യുക. നീ ആരെയും കുറ്റം പറയണ്ട. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ അവരെ സന്തോഷത്തോടോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഒരു സക്കായിയുടെ മാനസാന്തരം, ദാവീദിന് ഉദരം മുതൽ ഈ സമയം വരെയും താൻ ചെയ്ത കുറവുകളെ അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും സ്നേഹിതനായി ഏറ്റവും ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നതുപോലെ ഇന്ന് പകൽക്കാലം നമുക്കും ദൈവത്തിൻ്റെ ഏറ്റവും സ്നേഹമുള്ള മക്കളും അവകാശികളുമായി തീരുവാൻ തക്കവണ്ണം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നല്ലൊരു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ഇരുത്തി. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഓർക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്കൊരു മറുപടി ലഭിക്കുന്നില്ലല്ലോ. എത്ര വർഷമായി കർത്താവേ ഇതിനൊരു മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ ഞങ്ങൾ എത്തപ്പെടുവാൻ, ആ നിത്യതയുടെ അവകാശിയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്ന ശോധനയിൽ ഞങ്ങൾ തിരിച്ചറിവുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി, വിവേകമുള്ളവരായി, അല്പജ്ഞാനിയായ ഞങ്ങളെ ജ്ഞാനിയാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിവും സർവശക്തനായ ദൈവമേ
ഞങ്ങളെ മറ്റുള്ളവർ നീ എന്ത് നിനക്ക് ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല, വിവരമില്ല, തിരിച്ചറിവില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാനും ദൈവമേ പരിജ്ഞാനമില്ലാത്ത ഏതെങ്കിലും അവസ്ഥകൾ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഗുപ്തനിധികൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് കർത്താവെ പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ, അതെ അല്പജ്ഞാനികളായവരെ ജ്ഞാനിയാക്കുവാൻ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു പിതാവേ. ഇന്ന് പകൽക്കാലം എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ, ദുഷ്ടപിശാച് പാരമ്പര്യ ശക്തിയിൽ നിന്ന് അവരെ വിടുവിക്കാതെ അവരൊരു കർത്താവെ അടയ്ക്കപ്പെട്ടതുപോലെ അവർ കാരാഗ്രഹത്തിൽ കിടക്കുകയാണെങ്കിൽ അവരുടെ നന്മയെ കവർന്നു കൊണ്ടുപോകുന്ന ദുഷ്ടപിശാചിനെ തിരിച്ചറിഞ്ഞ് സമർപ്പണ ഹൃദയത്തോടെ സക്കായിയെ പോലെ അവൻ ദാവീദിനെ പോലെ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ആത്മശക്തിയുള്ളവരായി ദൈവം അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ദൈവിക സമാധാനം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ഏത് വിഷയത്തിലാണ് അമ്മ തകർക്കപ്പെട്ട് കിടക്കുന്നത്, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിപ്പാൻ കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൽ ആമേൻ യഥാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ശക്തിയും ബലവും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഈ 25-ൽ ഒരു കർത്താവെ കൊടുങ്കാറ്റ് ഉണർവിൻ്റെ അയക്കണമേ, ശക്തമായൊരു കൊടുങ്കാറ്റ് അടിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ദൈവമേ, ഉൾഗ്രാമങ്ങൾ സുവിശേഷം ശക്തമായി എത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഏതൊക്കെ മേഖലയിൽ കർത്താവേ സ്തോത്രം മാനസാന്തരമില്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ആമേൻ ആലയങ്ങളുണ്ടോ, വിശ്വാസി സമൂഹങ്ങളുണ്ടോ, ദൈവസഭയായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ കർത്താവ് എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആമേ സ്തോത്രം വേണ്ടാത്തതിനെ വേരോടെ പിഴുതു കളഞ്ഞ് ദൈവത്തിൽ ആശ്രയിപ്പാൻ കൃപ ചോദിപ്പാൻ സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയങ്ങളാക്കി ഇന്ന് എല്ലാവരെയും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവിടെയും വ്യാപരിക്കണമേ കർത്താവ്. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശവും ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേ സ്തോത്രം. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം വിടുതലിൻ്റെ ഒരു രാജ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഇന്ത്യയെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകല മത നേതാക്കന്മാർ, ഭരണാധികാരികൾ ആമേ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കർത്താവേ. സകല രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ സകല ബാഡ് ഹാബിറ്റുകൾക്കും അടിമയായി കിടക്കുന്ന കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. യുവാക്കന്മാർ യുവതികളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സകല 5 ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതേ യൂറോപ്യൻ കൺട്രികളും ഗൾഫ് കൺട്രികളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നല്ലൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം തരണമേ. ഞങ്ങൾ കർത്താവെ പറഞ്ഞ് പ്രസംഗിച്ചത് അടിയന്റെ ജീവിതത്തിലും നിന്റെ മക്കളുടെ ജീവിതത്തിലും ഒരുപോലെ വിടുതൽ സംഭവിപ്പാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. വിടുതലിൻ്റെ ഒരു കരം ഞങ്ങളുടെ മേൽ തൊട്ടതിനായി സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി നന്ദി പറയുന്നു. ദൈവം ഞങ്ങളെ സകലത്തിലും കർത്താവ് ഞങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. സകല ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുകുട്ടികൾ മുതൽ ആ ബാലവൃദ്ധം ജനത്തെ 5 ഭൂഖണ്ഡത്തിലുള്ള ജനത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ദൈവത്തിന് കർത്താവെ നാമമഹത്വത്തിനായി തീരേണ്ട മക്കളെ തിരിച്ചു കൊണ്ടുപോകുന്ന സകല പൈശാചിക ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും ഇന്ന് കർത്താവ് ജയമെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവികമായ അനുഗ്രഹത്താലും യഥാർത്ഥമായൊരു മാനസാന്തരവും നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വലിയ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.